സമരക്കാരെ അമ്പരപ്പിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളുടെ മതപരമായ നിഷ്ഠകളുടെ സംരക്ഷകനും ഉപദേശകനുമാണ് ഖാസി. കോഴിക്കോട് നേരത്തെ വലിയ ഖാസിയും ചെറിയ ഖാസിയും ഉണ്ടായിരുന്നു. എന്നാൽ വലിയ ഖാസി പദവിയിലേക്ക് അടുപ്പിച്ചുള്ള 2 ദിവസങ്ങളിൽ 2 പള്ളികളിലായി 2 ഖാസിമാർ അവരോധിക്കപ്പെട്ടു. കുറ്റിച്ചിറ ജമാഅത്ത് പള്ളിയുടെ ഖത്തീബായിരുന്ന SV അഹമ്മദ് കോയയും പയ്യന്നൂരിലെ ഖാസിയായിരുന്ന സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങളുടെ മകൻ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളും ഇന്ന് വലിയ ഖാസിമാരായത് വലിയ വിവാദമായിരിക്കുന്നു. ചുറ്റുപാടറിയുന്ന ആളായിരിക്കുന്ന കാര്യം ഹസ്ബത്ത് ജമാനി വന്മക്കാൻ ജമാനത്ത് കാര്യവും ദേശവും പരിചയമുള്ള ആളായിരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എന്റെ ഭാര്യ 700 കൊല്ലം പരസ്യമിവിടെ ഈ നാട്ടിൽ ചിലപ്പോൾ അടുത്തുള്ള പ്രയാസമായിരിക്കും. നിസ്കാരങ്ങളിലെ മുത്തവര്യന്മാരിൽപ്പെട്ട നമ്മളാകും. അപ്പോൾ സൂഫിക്കാതെ വന്ന് സൂഫികൾ താമസിച്ച് ആൾക്കാരാണ്. അത്രയും പരമ്പരകൾ ജമാൻ വരെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഇതിന്റെ പിതാവിന്റെ അടുത്ത് ഈ നാട്ടിലെ പരമ്പരകൾ ലീസ്റ്റ് കാണാം. ഇന്ന പിതാവിന്റെ എത്ര പേരിൽ കാണാം. ഹസ്ബത്ത് ജമാനി വന്മക്കാൻ ഗ്രന്ഥങ്ങൾ എഴുതിച്ചത് നാട്ടിനോട് പരിചയമുള്ള ആളെ അതിൽ ഇനി ബിരിയെ സാധ്യമല്ല. അത് അറബി ഗ്രന്ഥമായ ബിരിയെ എടുത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ പ്രമുഖന്മാരുടെ സംഗതികളാണ്. ഇതൊക്കെ ആസ്പദം വെച്ചിട്ടാണ് കോഴിക്കോട്ട് പള്ളി എന്നെ തന്നെ ഞാൻ സമ്മതിച്ചിട്ട് നിങ്ങൾ നിർബന്ധപൂർവ്വം എടുത്തിട്ട് സ്വീകരിച്ചാൽ അതാണ് ഒരു പക്ഷത്തിന്റെ വാദം. എന്നാൽ ഒന്നിലേറെ ഖാസിമാരെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായം പണ്ടേ നിലവിലുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ഇത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നുമാണ് എതിർവാദം. ചരിത്രവും അതുകൊണ്ടുണ്ട്. നേരത്തെ ചുറ്റുപാട്ടിലെ പല മലയത്തിലും ശബ്ദങ്ങൾ കമ്മ്യൂണിറ്റികൾ പല ഒരുപാടുണ്ട്. സംസ്ഥാനം ചരിത്രത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റികളെ പറയുന്നുണ്ട്. അതുമല്ല അവർക്ക് എന്റെ വാർത്തകൾ അറിയാറുണ്ട്. വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടോ? മിക്കവാറും ആളുകൾ സ്വാർത്ഥതയിലേക്കാണ് പോകണം. അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും സ്ഥാനം കിട്ടാനുള്ളതിലേക്കുള്ള പോക്കാണ് മിക്കവാറും പോകുന്നത്. അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായത് വളരെ കുറഞ്ഞിട്ടാണ്, വളരെ അപൂർവം എന്ന് പറയാം. അത് ഏറ്റവും വലിയ ഉന്നതന്മാരായ പണ്ഡിതന്മാർക്ക് പോലും ആ സ്വാർത്ഥത കാണാൻ സാധിക്കുന്നുണ്ട്. നിഷ്കർഷകൾ പറയാതിരിക്കാൻ തോന്നില്ല. ഈ വിവാദത്തിലെ ശരിതെറ്റുകൾ നിർണ്ണയിക്കേണ്ടത് തീർച്ചയായും ഇസ്ലാം പണ്ഡിതർ തന്നെയാണ്. എന്നാൽ ഈ വിവാദം വഴിയുണ്ടായ ആശയക്കുഴപ്പത്തിൽ ശക്തമായി പ്രതികരിക്കുന്ന നാട്ടുകാരുമുണ്ട്. ഈ ഖാസി നിയമനത്തിൽ രാഷ്ട്രീയം കൂടി കണ്ടതുകൊണ്ട് ഇത് 3 കൂടാതെ സുന്നി രണ്ടായതിനു ശേഷം ഒരു സംയുക്തമായ ഒരു വ്യക്തി ഖാസിമാരെ നിർമ്മിക്കാൻ. അതുകൂടാതെ ഇപ്പോൾ 5ാമത്തെ ഖാസിയാണ് വന്നിട്ടുള്ളത്. ഇത് ഓവറാണ്, താങ്ങാൻ കഴിയില്ല. നാട്ടിൽ താങ്ങാൻ കഴിയില്ല ഈ ഖാസിമാരെ. സാധാരണ വിശ്വാസികൾക്ക് ഇവരെ സംബന്ധിച്ചോളം കുച്ചിരി തള്ളാനേ ഇത് സാധിക്കുള്ളൂ. ഒരു വിശ്വാസിക്ക് ഇവരന്മാരെ കുച്ചിരി തള്ള എന്നുള്ള മാത്രമല്ല, അവരേതായ വാട്ടിൽ വിടുക, നമ്മൾ ഓരോ പിന്നാലെ പോകാൻ നിൽക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അവർ പരിഷ്കരിക്കാൻ പറ്റ ആൾക്കാരെ ജനക്കൂട്ടവും ഒരു കാഴ്ച കണ്ടു നിൽക്കുക. എന്താ കാഴ്ച? ഒരു ചേരന്റെ തല തവളന്റെ തൊള്ളയിൽ കുടുങ്ങിക്കുന്നു. ഇതാണ് രംഗം. അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞ് ചേരവാലം തവളാണ്, അപ്പുറം നിൽക്കുന്ന ആള് പറഞ്ഞ് തവളത്തലയും ചേരാണ്. ചേരവാലം തവള എന്ന് പറഞ്ഞ ആൾക്കാര് അവരെ എതിർത്തും കൊണ്ട് മറ്റൊരു പറയാണ് ചേരവാലം തവള ആണെങ്കിൽ പാൽ അങ്ങോട്ട് നിൽക്കണ്ടേ. തവളത്തലയും ചേരാന്ന് പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിട്ട് എന്ത് പറയണേ? ഇപ്പോഴത്തെ പാർട്ടി പറയുന്നത് തവളത്തലയും ചേരാണെങ്കിൽ തല അങ്ങോട്ട് നിൽക്കണ്ടേ. ഇതാണ് ഇവിടെ ഇപ്പം നടക്കണേ മൊത്തം രംഗം. ചേരയും തവളയും വളരെ കാലമായി മലയാളികൾ ഉപയോഗിക്കുന്ന യുക്തിസഹമായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ. എന്തായാലും ഇത് കാരണം ഒരു വിശ്വാസ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു അപച്യുതി സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഒരാൾ ചെറുതാകുകയോ മറ്റൊരാൾ വലുതാകുകയോ ചെയ്യുന്ന പ്രശ്നം ഇതിലില്ല.
കാവ്യ എല്ലാം കാവ്യ തന്നെയാണ്. മത്തവിക്ക് ഒരു കാവ്യ സംബന്ധിച്ച് തുല്യമാണ്. മുഹമ്മദ് കോയ തങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് നേരത്തെ വലിയ കാവി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ച അദ്ദേഹത്തെ സ്ഥാനാരോഹണം ചെയ്യുന്നത് സംബന്ധിച്ച് അവർ തീരുമാനമൊന്നും എടുത്തിരുന്നില്ല. ഇത് നമ്മൾ 14-ാം തീയതി സ്ഥാനാരോഹണം നിശ്ചയിച്ചു എന്ന് പുറത്തു വന്നപ്പോഴാണ് പെട്ടെന്ന് ധൃതി കൂട്ടി. അതിന് മുമ്പ് സ്ഥാനാരോഹണത്തിൽ അതാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമായത്. ഇത് മഹല്ലുകൾക്ക് പറ്റിയ ഒരു കാവ്യെ കണ്ടെത്തി പണ്ഡിത സഭയുടെ അംഗീകാരം നേടി അവരെ ബൈഅത്ത് ചെയ്തു എന്നതല്ലാതെ ഇത് കുറ്റിത്തറ ജമാഅത്ത് പള്ളി കമ്മിറ്റിക്ക് എതിരായ കാവ്യോ ആ കാവ്യക്കെതിരായ ഒരു കാവ്യോ ഒന്നുമല്ല. ഇത് ഈ മഹല്ലുകാരുടെ കാവ്യാണ്. അത്രയുള്ളൂ. ഖാസിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പണ്ട് കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാർ സംബന്ധിച്ചിരുന്നു. നൂറ്റാണ്ടുകളുടെ മഹനീയമായ പാരമ്പര്യമാണ് കോഴിക്കോട്ട് ഖാസിമാർക്ക്. വിശ്വാസികളുടെ വേദന മാറ്റാൻ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യണം.